പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ വേദനയും കഷ്ടപ്പാടും ഒക്കെ വരുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണെന്ന്. എന്നാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വേദനയെല്ലാം തന്നെ അങ്ങ് ചുമക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുറിവുകളും നമ്മുടെ വേദനയും ഒന്നുകൂടെ ആഴത്തിൽ കൂടത്തേ ഉള്ളൂ. നമ്മുടെ ആ മാനസിക പിരിമുറുക്കവും വേദനയുണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഇമോഷണൽ പെയിൻ, അത് നമുക്ക് വഹിക്കാവുന്നതിന് അപ്പുറമായിട്ട് തീരും. ഇന്ന് അല്പം നേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 147:3, സാം 147:3, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. 1986 ഫിലഡൽഫിയയിൽ ഒരു സാനിറ്റേഷൻ സ്ട്രൈക്ക് ഉണ്ടായി. അത് സംഭവിച്ചപ്പോൾ ട്രാഷ്, അതായത് ഓരോ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന അഴുക്കുകൾ, അത് കളക്ട് ചെയ്യാൻ ആരുമില്ലാതായി. അതിനൊരു അഡ്രസ്സ് ഇല്ലാതായിപ്പോയി. അങ്ങനെ ഈ ട്രാഷ് ഓരോ സ്ഥലത്തും കൂടി പട്ടണത്തിന് തന്നെ സിറ്റിക്ക് അതൊരു വലിയ ഭീതി വിഷയമായിട്ട് തീർന്നു. ഉടനെ പെലിക്കാനോ എന്ന് പറയുന്ന ഒരു ഷിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നു. ആ ഷിപ്പിന് 30 ടൺ ട്രാഷ് ക്യാരി ചെയ്യായിരുന്നു. ചിലതൊക്കെ കത്തിച്ചു, ചിലതൊക്കെ അങ്ങ് പുകയാൻ തുടങ്ങി. അങ്ങനെ പുകഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന എന്തുവാ, ടോക്സിക്കായിട്ടുള്ള ആഷ്, അതായത് വിഷാംശം കലർന്ന ചാരമാണ് കിട്ടുന്നത്. അതെല്ലാം കൂടെ ഈ പെലിക്കാനോ എന്ന് പറയുന്ന ഷിപ്പിനകത്ത് അങ്ങ് കയറ്റി. ഈ ട്രാഷ് എത്രയും ടോക്സിക്കായിരുന്നോ, പിന്നെ ഈ പെലിക്കാനോയ്ക്ക് അതെവിടെ കൊണ്ടുപോയി കളയണമെന്ന് അറിയാൻ പറ്റാതായിപ്പോയി. ഒരു കൺട്രി, ഒരു രാജ്യവും അനുവദിക്കത്തില്ല ഈ ടോക്സിക്കായിട്ടുള്ള വേസ്റ്റ് അവരുടെ സ്ഥലത്ത് ഇടാനായിട്ട്. സംഭവം പറയുന്നത് 2 വർഷത്തോളം ഈ പെലിക്കാനോ ഇങ്ങനെ കടലിൽ കൂടി ഒഴുകി നടന്നു. എന്ത് നോക്കിയാ ഇതെല്ലാം കളഞ്ഞിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ. ഒരു പെർമിഷനും കിട്ടിയില്ല. അവസാനം അതിന് കിട്ടിയ പെർമിഷൻ എന്തുവാന്ന് വെച്ചാൽ, എവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ വെച്ച് അതങ്ങ് കളഞ്ഞ് റീഫ്യൂൽ ചെയ്ത് അതിൻ്റെ വഴിക്ക് പോക്കോണം. ഞാനിത് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, നമ്മളൊക്കെ പലപ്പോഴും ഈ പെലിക്കാനോ പോലെ ജീവിതത്തിൽ ഒത്തിരി ഗാർബേജ് വന്നു കയറും. കൂനയായിട്ട് ട്രാഷ് വന്നു കയറും നമ്മുടെ മേലെ. അവസാനം അത് ടോക്സിക്കായിട്ട് തീരും. ടോക്സിക്കായിട്ട് അത് നമ്മിലങ്ങ് കൂടുക. എന്നാൽ ചർച്ചിൽ വരുമ്പോൾ ഒന്ന് റീഫ്യൂൽ ചെയ്യാൻ മേലെ. പക്ഷെ നമ്മൾ ചർച്ചിൽ നിന്ന് പോകുമ്പോഴും ഈ ഹെവി വെയ്റ്റും ക്യാരി ചെയ്തുകൊണ്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. എവിടോട്ട് നാം നടന്നു പോകുന്നു അവിടേക്ക് ഈ ഭാരവും വഹിച്ചുകൊണ്ട് നാം പോകും. Our only freedom is found when we give it to him. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ ദൈവത്തിലെ, നീ ഏത് വിധത്തിലുള്ള ഗാർബേജാണ് ക്യാരി ചെയ്യുന്നത്? ഏതാ ഇപ്പോൾ നിൻ്റെ തോളത്തുള്ളത്? നമ്മുടെ ജീവിതത്തിൽ നാം ഹൃദയത്തിൽ കൂട്ടിവെക്കുന്ന ഈ ടോക്സിക്കായിട്ടുള്ള ട്രാഷ് ഉണ്ടല്ലോ, അത് പലതരത്തിലുള്ള രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വേദനയോ അല്ലെങ്കിൽ ഹേർട്ടൊക്കെ നമുക്ക് വരുമ്പോഴായിരിക്കും. ഒന്നോർത്ത് നോക്കിക്കുക, ഒരു മുറിവ് ശരീരത്തിലുണ്ടായിട്ട് അതിനെ നാം ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ അതിൽ നിന്ന് പിന്നെ ബാക്ടീരിയ പെരുകും, പസ് അവിടെ കുന്നുകൂടും അല്ലേ? എത്രത്തോളം ആഴത്തിലുള്ള ഊണ്ടാണോ അത്രത്തോളം അത് ഡാമേജ് കൊണ്ടുവരും. അൺഡ്രസ്സായിട്ട് വിട്ടാൽ, അതായത് ഡ്രസ്സ് ചെയ്യാതെ വിട്ടാൽ. ഞാൻ പറയട്ടെ,
നമ്മുടെ സോളിനകത്ത് വളരുന്ന ബാക്ടീരിയ കയ്പും ക്രോധവും കുറ്റപ്പെടുത്തലുകളും ദേഷ്യവും പിണക്കവും എല്ലാം മനസ്സിൽ കൊണ്ടുവരും. ഈ ബാക്ടീരിയ നമ്മുടെ മുറിവുകളെയൊക്കെ എടുക്കും, നമ്മുടെ ഹേർട്ടിനെയൊക്കെ എടുത്തിട്ട് അതിനെ പാപമാക്കി മാറ്റും. കാരണം ആ മുറിവ് ഭയങ്കര പകയായിട്ടൊക്കെ പുറത്തു വരും. അത് കൊണ്ടുവരുന്നത് ആ ഒറിജിനലായിട്ടുള്ള ഹേർട്ടിനെ കഴിഞ്ഞും ഗ്രേറ്റർ ഡാമേജാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കുഞ്ഞെ, എന്തെങ്കിലും ഒരു മുറിവ് വന്നാൽ അതിൻ്റെ ഹീലിങ്ങിന് വേണ്ടി നീ ആഗ്രഹിക്കണം. നീ നിൻ്റെ ഹൃദയത്തിലൊരു പ്രത്യാശ വെക്കണം. സാത്താൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് പാപം ചെയ്യാൻ തക്കോണം നമ്മളെ ടെംപ്റ്റ് ചെയ്യുക. നമ്മുടെ ചില ബലഹീനതകൾ കൂടിയായിരിക്കും, നാം ഫേസ് ചെയ്യുന്ന ചില ബലഹീനതകളിൽ കൂടിയായിരിക്കും അവനങ്ങനെ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ഹേർട്ടും സഫറിങ്ങും ഒക്കെ കൊണ്ട്. എന്നാൽ കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ വന്ന മുറിപ്പാടിനെ സാത്താൻ കയറി അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നീ വിട്ടുകൊടുക്കരുതേ. എൻ്റെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മുറിവുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അത് സാത്താനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിട്ടുകൊടുക്കുവാൻ കർത്താവ് സമ്മതിച്ചിട്ടില്ല. ലെറ്റ് ഗോ ഓഫ് ദ ഹേർട്ട്. നിൻ്റെ വേദനയെ നീ വെച്ച് താലോലിക്കാൻ പോകരുത്. ഡോണ്ട് നേഴ്സ് യുവർ പെയിൻ. നിൻ്റെ എല്ലാ ഇമോഷണൽ ഗാർബേജും യേശു കർത്താവിൻ്റെ പാദപീഠത്തേക്കിലേക്ക് നീ അങ്ങിട്. കർത്താവ് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. നടത്തേണ്ട ഹീലിംഗ് കർത്താവ് നമുക്ക് വേണ്ടി നടത്തി തരും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മുറിവിൽ നിന്നുള്ള ആ വേദന ഒന്ന് ഹീൽ ചെയ്യണമെങ്കിൽ അതിനുള്ള പരിഹാരം ബുദ്ധിമുട്ടുകളും ബദ്ധപ്പാടുകളും വേദനകളും അനീതികളും നിരാശകളും എല്ലാം ലെജിറ്റിമേറ്റ്ലി ആർ ഇല്ലെജിറ്റിമേറ്റ്ലി നമ്മുടെ സ്വന്തം കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെയോ നിനക്ക് വേദന ഉണ്ടാക്കിയത് സകലത്തെയും വിട്ടുകളയണം. എനിക്കറിയാം, ഇത് പറയാൻ നല്ല എളുപ്പമാണ്. നിങ്ങളും അത് പറയാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ ചെയ്യാൻ പ്രയാസമാണെന്ന് തോന്നും. എന്നാൽ യേശു കർത്താവ് നമ്മളോട് അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. He is asking us not only to refuel but to release the load underneath. നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ലോഡ്, ആ ബേർഡ്, അത് അൺലോഡ് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നാം റീഫ്യൂവൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവരും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പ്രൈസ് ഗോഡ്. ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവിന് നാം ഓരോരുത്തരെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അത് വലിയ പ്ലാനാണ്, വലിയ വിചാരമാണ്. ആ പ്ലാനുകളൊന്നും തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ള പ്ലാനുകളാണ്. യശയ്യാവ് 55-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്. ഐസയ 55:9 അത് ഇങ്ങനെ പറയുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. സ്തോത്രം.
യേശു വലിയ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മുടെ ബേർഡൻസ് അവനൊന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സർവ്വവേദനകളും സർവ്വബോധനും ഞങ്ങൾ നിൻ്റെ മേലിടുന്നു. സകലത്തിനും സൗഖ്യം തരുന്ന കർത്താവ് ഞങ്ങളുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം തരുമാറാകണമേ. വേദനകൾ ചുമന്നുകൊണ്ട് നടപ്പാനല്ല, വലിയ ബോർഡനായിട്ട് വഹിച്ചോണ്ട് നടപ്പാനല്ല, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നീ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.